ഗ്യാസ്ട്രോഇൻട്രോളസ്റ്റൈനൽ ക്യാൻസേഴ്സ് കൂടുതൽ കാണുന്നത് ഭൂരിഭാഗം പുരുഷന്മാരിലാണ്. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകൾ. നല്ല ഹൈ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡുകൾക്ക് ഉണ്ടാവുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ കുടലിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പ്രവാസികൾക്ക് പറയുമ്പോൾ ഗ്രിൽഡ് ഐറ്റംസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്ഥിരമായിട്ട് ഡെയിലി അങ്ങനെ കഴിക്കുന്നവർക്ക് ഈ കരിഞ്ഞ ഭാഗം ഗ്രില്ലിൽ വരുന്നത് നൈട്രേറ്റ്സ് ആണ്. ഇതും ആമാശയത്തിൽ ക്യാൻസറിന് റിസ്ക് ഫാക്ടറായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കൂടെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് കുറിച്ച് പറയുകയാണെങ്കിൽ മദ്യപാനം, പുകവലി, സ്മോക്കിംഗ് തുടങ്ങിയ ഫാക്ടേഴ്സും ഭയങ്കര സ്വാധീനമുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഫുഡുകളിലെ തോതുകൾ കുറക്കാന്നുള്ളതാണ്. ഇപ്പം ആമാശയത്തിൻ്റെ ക്യാൻസർ പറഞ്ഞാൽ ഒരു എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും പുറത്ത് അത്ര വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഒരു കാരണം ഈ ബാക്ടീരിയ വരാനായിട്ട്. അപ്പം ഇത് വെച്ച് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ലാബ് ടെസ്റ്റുകളാണ്. ചിലതിൽ നമുക്ക് നേരിട്ട് ഇപ്പം അന്നനാളം സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ നേരിട്ട് എൻഡോസ്കോപ്പി ടെസ്റ്റുകളാണ് ചെയ്യുക. നമ്മൾ പ്രാഥമികമായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഫർദറായിട്ട് കൺഫേം ചെയ്യുന്നത് എപ്പോഴും എൻഡോസ്കോപ്പി ടെസ്റ്റിലൂടെയാണ്. അങ്ങനെ ഒരു ക്യാൻസറിൻ്റെ മുഴ തുടക്കത്തിൽ തന്നെ ഇത് ക്യാൻസർ ആയിട്ടില്ല, പക്ഷെ അതിന് മുമ്പത്തെ സ്റ്റേജ് ഉണ്ട്. ഇതിൽ തന്നെ ഇത് ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടോ, ഇവിടെ ഒരു ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഇപ്പോഴത്തെ എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും.